പൂജേച്ചി, പൂജേച്ചി, ശംഭു ചേട്ടാ, ശംഭു ചേട്ടാ. പൂജെ, ദിയല്ലേ നമ്മൾ വിളിക്കുന്നേ? ആ ശരിയാ, അവളാ വിളിക്കുന്നേ. പൂജേച്ചി, ശംഭു ചേട്ടാ, നിങ്ങൾ എവിടെയാ? ദിയ, നമ്മൾ TV റൂമിലുണ്ട്, ഇങ്ങോട്ട് വായോ. അത് ശരി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇങ്ങനെ എവിടൊക്കെ നോക്കി? എത്ര വട്ടം വിളിക്കണം? ഞങ്ങള് TV കാണായിരുന്നു. ഇതിന് ഒച്ച കാരണം ഞങ്ങൾ കേട്ടില്ല. ദിയ, നീ നമ്മുടെ പിരിക്കി ദേ നോക്ക്, നല്ല സിനിമ, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അയ്യോ ചേച്ചി, ഞാൻ സിനിമ കാണാനല്ലേ ഇങ്ങോട്ട് വന്നേ. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാൻ പറയാം, ആദ്യം ഞാൻ ഇരിക്കട്ടെ. പൂജേച്ചി, കുറച്ച് നിന്നിരിക്കോ? ഇരുന്നില്ലേ? നീ കാര്യം പറ. അത് പിന്നെ ചേട്ടാ, ഞാനേ പുറകുവശത്ത് പോയിരുന്നു. അവിടെ ആദ്യേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഫോൺ ചെയ്യായിരുന്നു. ആദ്യേച്ചി ആരോടെ സംസാരിക്കണേ? കാർത്തിക ചേച്ചിയോട്. ഓ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യേച്ചി കാർത്തികേച്ചിയോട് എപ്പോഴും വിളിക്കാറില്ലേ? ഇതാണ് ഇത്ര വലിയ സംഭവം. ആ, ഇനിയാണ് ഞാൻ പറയാൻ വരുന്നത്. എടി നീ ബാക്കി പറ. ആദ്യേച്ചി ഫോൺ ചെയ്തിട്ട് ആ, കാർത്തികേച്ചി നമുക്ക് എല്ലാവർക്കും സുഖമെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യേച്ചി സുഖമെന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി സംസാരിക്കുന്നിടയില് നമ്മുടെ മൂന്നാളുടെയും കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്തോന്ന്? ആദ്യേച്ചി നമ്മുടെ മൂന്നാളുടെ എല്ലാ കുറ്റം കുറവൊക്കെ കാർത്തികേച്ചിയോട് പറഞ്ഞു കൊടുത്ത്. ദിയമാളെ, വേണ്ടട്ടാ. നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ. രാവിലെ ഒരു പ്രശ്നമില്ലാത്തപ്പോ നീ തന്നെ ഒരു പ്രശ്നം സൃഷ്ടിക്കാണില്ലേ? കൊള്ളാം കൊള്ളാം. അതന്നെ, എന്തിനാ മോളെ, നിനക്ക് വെറുതെ ഇരുന്നൂടെ? ആദ്യേച്ചി നമ്മുടെ കുറ്റം പറഞ്ഞു പോലും. അയ്യോ ചേച്ചി, ചേട്ടാ ഞാൻ പറഞ്ഞ സത്യാ. ദിയ, നീ പൊയ്ക്കേ. അതന്നെ, നമ്മൾ മനസ്സമാധാനായിട്ട് TV കണ്ടോണ്ടിരുന്നതാ. ചേച്ചി അത് പിന്നെ ദിയ നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? എന്നാ ശരി, ആദ്യേച്ചി നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞേ. ചേച്ചി നിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞറിയോ? എന്താ എന്താണെന്ന് പറഞ്ഞാലേ നിങ്ങൾ രണ്ടാളും എടുക്കട്ടെ തുള്ളും. ദിയ, നീ പറയുന്നുണ്ടോ? പറയാം. നമ്പർ 1, ശമ്പച്ചന്റെ എക്സാമിന് മാർക്ക് നന്നായിട്ട് കുറഞ്ഞെന്നും അതിൽ ചേട്ടന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചേട്ടൻ അമ്മയുടെ ഒപ്പിട്ടെന്നും പൂജയ്ക്ക് ചേട്ടൻ സഹായിച്ചെന്നും ഇത് അമ്മ പൊക്കിയതും അമ്മയുടെ കയ്യിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും അടി കിട്ടിയതും ഒക്കെ ചേച്ചി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാർത്തികേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇതൊക്കെ ചേച്ചി പറഞ്ഞു കൊടുത്തോ? തീർന്നിട്ടില്ല. നമ്പർ 2, ആദ്യേച്ചി പൂജേച്ചിന് എന്തൊക്കെ പറഞ്ഞറിയോ? എന്താ? പൂജേച്ചി അഹങ്കാരിയാണ്, പൂജേച്ചി ഒരു ഭൂലോക അഹങ്കാരിയാണെന്ന് പറഞ്ഞു. ചേച്ചിക്ക് എക്സാം നല്ല മാർക്ക് വാങ്ങിച്ചാൽ അതിന്റെ പേരിൽ ചേച്ചി ഷോ കാണിക്കുന്നു, ചേച്ചി ഭയങ്കര ഷോ ഓഫ് ആണെന്ന് ആദ്യേച്ചി തറപ്പിച്ചു പറഞ്ഞു. ഇതൊക്കെ ചേച്ചി കാർത്തിക ചേച്ചിയോട് മണിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേ? ഞാൻ ചേച്ചിനെ വെറുതെ ഇടാൻ പോണില്ല. നോക്കിക്കോ. ഞാൻ അഹങ്കാരിയാണല്ലേ? ശരിയാക്കി കൊടുക്കണേ ഞാനും. ദിയ, നീ പറഞ്ഞതെല്ലാം സത്യമല്ലേ? എന്റെ അമ്മയാണ് സത്യം. ഞാൻ എന്റെ 2 ചെവികളോടെ കേട്ടതാ. അല്ല, അതൊക്കെ പോട്ടെ, നിന്നെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഓ, പറഞ്ഞു എനിക്കവിടെ ദേഷ്യം. ചേച്ചിനെ ഒന്നും പറയണില്ല. ശംഭു ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇങ്ങനെ പോയാൽ നമ്മുടെ മാനം പോവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് ശംഭു ചേട്ടാ, ഇനി ചേച്ചി ആരുടെ നമ്മളെ പറ്റി കുറ്റം പറയരുത്. വഴി ഉണ്ടാക്കണം, ഉടനെ തന്നെ.